അങ്ങനെയല്ലേ? അതെ. നാളെ നമ്മളെല്ലാവരും പീതാംബര ദീക്ഷ സ്വീകരിക്കുന്നു. പീതാംബര ദീക്ഷ സ്വീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ശിവഗിരിയിൽ പോകാൻ. ശിവഗിരിയിൽ പോകാനായിട്ട് എന്തിനാണ് പീതാംബര ദീക്ഷ സ്വീകരിക്കുന്നത്? വ്രതം അനുഷ്ഠിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെ? ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ ശിവഗിരിക്ക് പോകുന്ന യാത്രികരോട് 10 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ 10 ദിവസത്തെ വ്രതാനുഷ്ഠാനം തുടങ്ങുന്ന ദിവസമാണ് നാളെ. നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന വ്രതം എന്താണ്? പഞ്ചശുദ്ധി വ്രതാചരണം എന്നാണ് സ്വാമി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? പഞ്ചശുദ്ധി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് പഞ്ചശുദ്ധി? 5 ശുദ്ധികൾ. 5 ശുദ്ധികൾ: വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ശരീരശുദ്ധി, വാക്യശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗ്രഹശുദ്ധി, മനസ്സുശുദ്ധി, ദേഹശുദ്ധി, മനഃശുദ്ധി, ശരീരശുദ്ധി. ഇവയൊക്കെയാണ് അല്ലെ? അപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ഒന്നാമത്തേത് ശരീരശുദ്ധി, 2 വാക്ശുദ്ധി, പിന്നെ മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി. ഇത്രയുമാണ് തൃപ്പാദങ്ങൾ കൽപ്പിച്ചിട്ടുള്ള 5 ശുദ്ധികൾ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഏറ്റവും ആദ്യം ചെയ്യേണ്ടുന്നത്, നമ്മൾ നാളെ വ്രതം ആചരിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അതില് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഗൃഹശുദ്ധി. അതായത് ഗൃഹം എന്ന് പറഞ്ഞാൽ എന്താണ്? വീടെന്നല്ലേ അർത്ഥം. അപ്പൊ നമ്മുടെ വീട് ഒക്കെ അടിച്ച് വൃത്തിയാക്കിയിടുക. അതായത് വീടിന്റെ അകവും വീടിന്റെ പരിസരവും വൃത്തിയാക്കിയിടുക, വീട് തുടച്ച് വൃത്തിയാക്കുക. അതൊക്കെ നിങ്ങളുടെ അമ്മമാർക്ക് അറിയാം. ഒരു വീട്ടില് വ്രതം ആചരിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. നമ്മുടെ വീട്ടിലെ എല്ലാ മുറികളും അടിച്ച് തുടച്ച് വൃത്തിയാക്കുക. തൃപ്പാദങ്ങൾ പറഞ്ഞിട്ടുള്ളത് ചുറ്റും വാതിലുകളോടും ജനാലകളോടും കൂടിയ, കാറ്റും വെളിച്ചവും കടക്കത്തക്ക രീതിയിൽ വാതിലുകളോടും ജനാലകളോടും കൂടിയതായിരിക്കണം നമ്മുടെ ഗൃഹം എന്ന് ഗുരുസ്വാമി തൃപ്പാദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വീട്ടില് എല്ലാ ദിവസവും അഴുകി ചീഞ്ഞ പദാർത്ഥങ്ങളെല്ലാം അടിച്ചു തുടച്ച് വൃത്തിയാക്കി, പദാർത്ഥങ്ങൾ അതായത് വേണ്ടാത്ത പദാർത്ഥങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് കളഞ്ഞ് വീട് എപ്പോഴും ശുദ്ധിയാക്കി വെക്കണം. അതോടൊപ്പം 2 നേരവും വീട് സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട്, നമ്മുടെ വീട്ടില് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും അഷ്ടഗന്ധം എന്നൊക്കെ പറഞ്ഞിട്ട്, നമ്മുടെ വീട് ശുദ്ധീകരിക്കുവാൻ വേണ്ടുന്ന, പുകയ്ക്കുവാൻ വേണ്ടുന്ന പദാർത്ഥമാണ്. അതിനെ നമ്മൾ അഷ്ടഗന്ധം എന്നാണ് വിളിക്കുക. ഇല്ലെങ്കിൽ ദശാംഗം എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ കുന്തിരിക്കം കിട്ടും. ഇതൊക്കെ നമ്മുടെ വീടിന്റെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പുകയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഒരു ചെറിയ പുകച്ചട്ടി വാങ്ങിച്ച്, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളത് എടുത്ത്, ചെറിയ ചട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, മൺചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് അതിനകത്ത് കുന്തിരിക്കമോ ദശാംഗമോ ഒക്കെ ഇട്ടിട്ട് 2 സന്ധ്യകളിലും, അതായത് രാവിലെയും വൈകുന്നേരവും വീട് അടിച്ചു തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഈ സുഗന്ധ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് വീടിനകം പുകയ്ക്കണം. എല്ലാ മുറികളിലും ഈ പുക കൊണ്ടുവരണം. അപ്പൊ നമ്മുടെ വീടിന്റെ, ഗൃഹത്തിന്റെ അന്തരീക്ഷം വളരെ ശുദ്ധമാകും. ആ ശുദ്ധമായ അന്തരീക്ഷത്തില് നിങ്ങൾ വ്രതം ആചരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ വിളക്ക് കൊളുത്തണം. അത് നിങ്ങൾ കുട്ടികൾ തന്നെ, അച്ഛന്റെ അമ്മയുടെ സഹായത്തോടു കൂടി നിങ്ങൾ കുട്ടികൾ തന്നെ നാളെ മുതൽ അത് ചെയ്തു തുടങ്ങണം. വിളക്ക് കൊളുത്തണം. എന്നിട്ട് ദീപാർപ്പണം ചൊല്ലി വിളക്ക് കൊളുത്തി 2 നേരവും, നിങ്ങൾ ഒരു നേരമാണ് പ്രാർത്ഥിക്കുന്ന രീതി ഉള്ളതെങ്കിൽ നാളെ മുതൽ നിങ്ങൾ 2 നേരവും വീട്ടിൽ പ്രാർത്ഥിക്കണം. നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി ഒക്കെ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ 2 നേരവും നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിക്കണം. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഗുരുപുഷ്പാഞ്ജലി മന്ത്രം ഉപയോഗിച്ച് ഗുരുവിന് ഗുരുപൂജ ചെയ്യണം. ഹോമമന്ത്രം ചൊല്ലണം. പറ്റുമെങ്കിൽ രാവിലെയോ വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയത്ത് ഹോമമന്ത്രം ഉപയോഗിച്ച് ചെറിയ രീതിയിൽ നിങ്ങൾ സാധനയിൽ സ്മൈൽ സാധനയിൽ ചെയ്യാറുള്ളത് പോലെ ഹോമം ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇതാണ് തൃപ്പാദങ്ങൾ കൽപ്പിച്ചിട്ടുള്ള ഗൃഹശുദ്ധി. വീട് അടിച്ചു തുടച്ച് വൃത്തിയാക്കി അഴുകി ചീഞ്ഞ പദാർത്ഥങ്ങളൊക്കെ വീട്ടിൽ നിന്നും പുറത്തേക്ക് കളഞ്ഞ് വീട് ശുദ്ധിയാക്കി വെക്കുക. വീടിന്റെ പരിസരവും മറ്റും ശുദ്ധമാക്കി വെക്കാൻ വേണ്ടിയിട്ട് സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ട് പുകയ്ക്കുക. പിന്നെ ഗുരു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഇത് എന്നും പാലിക്കാനുള്ള കാര്യമാണ് കേട്ടോ. വീടിന്റെ പരിസരങ്ങളില് മലമൂത്ര വിസർജനം ചെയ്യാൻ പാടുള്ളതല്ല, തൃപ്പാദങ്ങൾ പറയുന്നതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ടോയ്ലറ്റിൽ വേണം. അതിനുവേണ്ടി നമ്മുടെയൊക്കെ വീടുകളിൽ ടോയ്ലറ്റ് ഉണ്ട്. അപ്പൊ അവിടെ മാത്രമേ നമ്മൾ അത് ചെയ്യാൻ പാടുള്ളൂ എന്ന് തൃപ്പാദങ്ങള് ഗൃഹശുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല. ഇനി നിങ്ങളുടെ അനുജന്മാരോ അനുജത്തിമാരോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയും അതിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിക്കേണ്ടതാണ്. അപ്പൊ ഇതാണ് ഗൃഹശുദ്ധിയിൽ വരുന്നത്. പിന്നെയുള്ളത് ശരീരശുദ്ധിയാണ്. നമ്മുടെ ശരീരം ശുദ്ധമാക്കി വെക്കുക. അതിനുവേണ്ടി സ്വാമി തൃപ്പാദങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്, ആദ്യം 2 നേരവും ശുദ്ധജലത്തിൽ കുളിക്കുക. എന്താണ് ശുദ്ധജലത്തിൽ 2 നേരവും കുളിക്കുക. കുളിച്ചതിന് ശേഷം ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ നിങ്ങൾ, അതായത് കുളിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഇടാൻ ഉപയോഗിച്ച വസ്ത്രം പിന്നെ ഇടാൻ പാടില്ല. അമ്മ അലക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വസ്ത്രം മാത്രം കുളിച്ചതിന് ശേഷം നിങ്ങൾ ധരിക്കുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് നിത്യം ശുദ്ധോദക സ്നാനം, ശുദ്ധ വസ്ത്രസ്യ ധാരണം, മലശ്രോത്രോ വിശോധനം, അതായത് മലശ്രോത്ര വിസർജനം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുവാൻ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അത് നിർവഹിക്കുവാനായിട്ട് ഉള്ള ശൗചാലയത്തിൽ മാത്രം നിങ്ങൾ അത് ചെയ്യുക. ജലസ്യാപി നിക്ഷേപണം, ശുദ്ധമായ ജലം മാത്രം കുടിക്കുക. ശുദ്ധമായ ആഹാരം മാത്രം കഴിക്കുക. അപ്പൊ നമ്മൾ ഇനി കുറച്ച് ദിവസത്തേക്ക് ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കണം. മത്സ്യമാംസാദികൾ കഴിക്കരുതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. അപ്പോൾ മത്സ്യമാംസാദികൾ ഒഴിവാക്കുക എന്നതിനോടൊപ്പം തന്നെ ഇനി നമ്മുടെ വീട്ടില് നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ശുദ്ധമായ ആഹാരങ്ങൾ മാത്രമേ നിങ്ങൾ ഈ 10 ദിവസത്തേക്ക് കഴിക്കാൻ പാടുള്ളൂ. തൃപ്പാദങ്ങൾ പറയുന്നത് ശത്രു സത്ര ഗണാകീർണ ഗണികാപണികാശനം എന്നാണ്. അത് സംസ്കൃതത്തിൽ പറഞ്ഞത്. അതിന്റെ അർത്ഥം പറഞ്ഞു തരാമേ. നമ്മള് കടയില് പോയി, ആപണിക എന്ന് പറഞ്ഞാൽ കടയെന്നാണ് അർത്ഥം. നിങ്ങൾ ഹിന്ദിയൊക്കെ പഠിക്കുന്നതല്ലേ. ഇപ്പൊ ഇത് സംസ്കൃത പദമാണ്. ഹിന്ദിയിൽ നമ്മൾ ആപണിക എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ആപണിക എന്ന് പറഞ്ഞാൽ കടയെന്നാണ് അർത്ഥം. അപ്പൊ അശനം എന്ന് പറഞ്ഞാൽ ഫുഡ് എന്നാണ് അർത്ഥം. അപ്പോ കടയിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ശത്രുവിന്റെ വീട്ടില്, നമ്മുടെ ശത്രുക്കളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. എന്നിട്ട് ഗുരു പറയുന്നുണ്ട്, എത്രയോ ആളുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണമാണ്. അതിലേക്ക് വല്ല പല്ലിയോ പാറ്റയോ ചത്തു വീണാൽ അവരത് മാറ്റിയിട്ട് നമുക്ക് വേറെ ഭക്ഷണം ഉണ്ടാക്കി തരുമോ? ഇല്ലല്ലോ. അത്രയും വലിയ നഷ്ടം സഹിക്കാൻ കടക്കാര് തയ്യാറാകുമോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ശുദ്ധമായ ആഹാരം മാത്രം കഴിക്കണം എന്നാണ് ഗുരു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാളെ തൊട്ട് ഇനി വരുന്ന 10 ദിവസത്തേക്ക്, ഡിസംബർ 25-ാം തീയതി വരേക്ക് നമുക്ക് വീട്ടിൽ നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി. അപ്പൊ അത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കുട്ടികൾക്ക് പ്രത്യേകം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അച്ഛനമ്മമാര്. പിന്നെ ശുദ്ധിർദന്ത നഖാനം, പല്ലും നഖവും വൃത്തിയാക്കുക. കുളിക്കുന്നതിനോടൊപ്പം ചെയ്യാൻ തൃപ്പാദങ്ങൾ കൽപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ ശുദ്ധസ്യ വായോർ ഭോജ്യസ്യ, നല്ല വായു ശ്വസിക്കുക. ജലസ്യാപി നിക്ഷേപണം, നല്ല ശുദ്ധമായ ജലം മാത്രം കുടിക്കുക. ശുദ്ധമായ ആഹാരം മാത്രം കഴിക്കുക. അപ്പൊ ഇത് മാതാപിതാക്കൾ കൂടി അത് വേണ്ട രീതിയിൽ അനുഷ്ഠിച്ചെങ്കിലേ കുട്ടികൾക്കും അങ്ങനെ അനുഷ്ഠിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ കുട്ടികളുടെ ഈ ശുദ്ധി ആചരണത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കന്മാരാണ്. അപ്പൊ അതാണ് ശരീരശുദ്ധിയിൽ വരുന്നത്. ഇനി ഇന്ദ്രിയ ശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് മുഴുവൻ എത്ര ഇന്ദ്രിയങ്ങളുണ്ട്? 5.
അഞ്ച്. അഞ്ച്. 5 ഇന്ദ്രിയങ്ങളുണ്ട് അല്ലെ? അപ്പൊ 5 ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി. ആ അപ്പൊ ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കാണേണ്ടത് മാത്രം, കണ്ണുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാ? കാണുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ കണ്ണുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് നല്ലത് മാത്രം കണ്ടാൽ മതി. നമുക്ക് വീട്ടില് ഫോണിലൂടെ വീഡിയോ കാണാം, നമ്മള് സിനിമ കാണാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ അതിൽ നമുക്ക് കാണേണ്ടതും കാണേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മതി. കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഈ മൊബൈൽ ഫോണും ടി വി ഒക്കെ ഒന്ന് മാറ്റി വെക്കാം അല്ലെ? എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഗുരുവിന്റെ നല്ല നല്ല പുസ്തകങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ നമുക്ക് വായിക്കാം. ഇല്ലെങ്കിൽ അമ്മയോട് പറയൂ, ഗുരുവിന്റെ ഒരു കഥ ഞങ്ങൾക്ക് നാളെ ഒരു പുതിയ കഥ, ഗുരുവിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്തോരം കാര്യങ്ങൾ പറയാനുണ്ട് അല്ലെ? തൃപ്പാദങ്ങളുടെ അത്ഭുത കഥകളാണെങ്കിൽ എത്ര 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 ഉണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ നമ്മുടെ വീടുകളിൽ ഇരിക്കുന്ന പുസ്തകങ്ങളിൽ ഉണ്ടായിരിക്കും. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയാമായിരിക്കും. അപ്പൊ അവരോട് പറയാ, ഗുരുവിന്റെ കഥകള് പറഞ്ഞു തരാൻ പറയുക. അതോടൊപ്പം നമുക്ക് അറിയാവുന്ന തരത്തില് ഗുരുസ്വാമി നമുക്ക് എഴുതി തന്നിട്ടുള്ള കൃതികളൊക്കെ ആലപിക്കുവാനും ഒക്കെ നമുക്ക് പരിചയപ്പെടാം അല്ലെ? ഇന്ന് നമുക്ക് പുതിയ കൃതികളൊക്കെ പഠിക്കുവാനും മനനം ചെയ്യുവാനും ഒക്കെ ഉള്ള ഒരു അവസരമാക്കി നമ്മൾ കുറച്ച് ദിവസത്തെ വിനിയോഗിക്കുക. ഇനി നമ്മുടെ വാക്കുകൾ ശുദ്ധായിരിക്കണം എന്ന് ഗുരു പറയുന്നുണ്ട്. അപ്പൊ ആ വാക്കുകൾക്ക് എപ്പോഴും ഒരു ആകർഷണീയത ഉണ്ടായിരിക്കണം എന്ന് മാത്രമല്ല, അതിലൂടെ നമ്മൾ ചീത്ത പദങ്ങളൊന്നും പറയാൻ പാടില്ല. അപ്പൊ കുറച്ച് ദിവസത്തേക്കെങ്കിലും അതൊക്കെ നമ്മളൊന്ന് നിയന്ത്രിക്കണം. കേട്ടോ? അങ്ങനെ ചെയ്യണം. വാക്കുകളെ നമ്മൾ നിയന്ത്രിക്കണം. അതിലെപ്പോഴും ഒരു ആകർഷണീയത ഉണ്ടായിരിക്കണം. അതായത് അത് കേൾക്കുന്ന ആളുകൾക്ക്, നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്ന ആളുകൾക്ക് നമ്മളോടൊരു ഇഷ്ടം തോന്നണം. അങ്ങനെ വേണം. ഋജുത്വം ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ഗുരു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആ വാക്കുകൾക്കൊരു ആകർഷണീയത ഉണ്ടാവണം. ആരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പാടില്ല. നമ്മുടെ അനുജന്മാരോടായാലും അനുജത്തിമാരോടായാലും അല്ലെങ്കിൽ ചേട്ടനോടോ ചേച്ചിയോടോ ഒക്കെ ആയാലും നമ്മൾ ഇനി കുറച്ച് ദിവസത്തേക്കെങ്കിലും ദേഷ്യത്തോടു കൂടി സംസാരിക്കാൻ പാടില്ല. വാക്കുകൾക്കൊരു മൃദുലത ഉണ്ടായിരിക്കണം എന്ന് ഗുരു പറയുന്നുണ്ട്. സോഫ്റ്റ് ആയിരിക്കണം നമ്മുടെ വാക്കുകൾ, കേട്ടോ? അപ്പൊ അതുകൊണ്ട് വാക്ശുദ്ധി പാലിക്കണം. അതോടൊപ്പം ഇന്ദ്രിയങ്ങൾ കാണേണ്ടത് മാത്രം നമ്മൾ കുറച്ച് ദിവസത്തേക്ക് കണ്ടാൽ മതി. കേൾക്കേണ്ടത് മാത്രം കേട്ടാ മതി. പിന്നെ മണക്കേണ്ടത് മാത്രം മണത്താ മതി. രുചിക്കേണ്ടത് മാത്രം രുചിച്ചാ മതി. നമ്മുടെ നാവിന് ഇഷ്ടമുള്ള ഒരുപാട് പദാർത്ഥങ്ങളൊക്കെ ഉണ്ട് അല്ലെ? മധുര പലഹാരങ്ങൾ, ഇവയൊക്കെ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് ഒഴിവാക്കി നോക്കാം. എന്നിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്ന നല്ല കഞ്ഞിയും പയറും കപ്പയും ഒക്കെ കുറച്ച് ദിവസത്തേക്ക് ദോശ ഇഡ്ഡലി ഒക്കെ മാത്രം കഴിച്ച് നമുക്ക് കുറച്ച് ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകാം അല്ലെ? അങ്ങനെ അങ്ങ് ചെയ്തൂടെ? നമുക്ക് ന്യൂഡിൽസ് ഒഴിവാക്കാം. മധുര പലഹാരങ്ങൾ, നമ്മുടെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന മധുര പലഹാരങ്ങളൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കി നോക്കാം. എന്നിട്ട് അപ്പോഴാണ് നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ആഹാരത്തിന് എത്ര രുചി ഉണ്ടാവും എന്ന് നമ്മൾ അറിയുന്നത്. നമുക്കൊക്കെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ അമ്മമാര് നമുക്ക് ഉണ്ടാക്കി തരുന്ന ആഹാരത്തിനൊക്കെ രുചി പോരാന്നൊരു പരാതി നമ്മൾ ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കും. അവര് നമുക്ക് എത്ര ഇഷ്ടത്തോടു കൂടി, നിങ്ങളോടുള്ള സ്നേഹം കൂടി അതിൽ ചാലിച്ചാണ് അമ്മമാര് നിങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി തരുന്നത്. അപ്പൊ ആ ഒരു രുചി നമുക്ക് വേറെ എവിടുന്നും കിട്ടില്ല. അത് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാല് മനസ്സിലാവില്ല. പിന്നീട് നിങ്ങൾ ഇനി ഉപരിപഠനത്തിനൊക്കെ ആയിട്ട് മറ്റേതെങ്കിലും സ്ഥലത്തേക്കൊക്കെ പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹമൊക്കെ കഴിയുന്ന സമയത്തോ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക നിങ്ങളുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ആഹാരത്തിന് എത്രമാത്രം രുചി ഉണ്ടായിരുന്നു എന്ന്. ഇനി ഹോസ്റ്റൽ ഭക്ഷണമൊക്കെ കഴിക്കേണ്ട ഒരു സമയം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അപ്പോഴാണ് നമ്മൾ നമ്മുടെ അമ്മയുടെ കഞ്ഞിയുടെയും ചമ്മന്തിയുടെയും പയറിന്റെ ഒക്കെ രുചി എത്ര വലുതായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അതിപ്പോ നമുക്ക് മനസ്സിലാവില്ല. ഭഗവാൻ നമ്മളോട് പറഞ്ഞിട്ടില്ലേ, അനുഭവിയാതെ അറിവില്ല എന്ന്. അപ്പൊ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് അമ്മയുടെ രുചിയുടെ ആ ഒരു മഹത്വം നമുക്കൊന്ന് ആസ്വദിക്കാം അല്ലെ? അങ്ങനെ ചെയ്തൂടെ? ചെയ്യാം. അപ്പൊ ഇനി 10 ദിവസത്തേക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ അമ്മയുടെ കൈകൾ കൊണ്ട് ഉണ്ടാക്കിയ ആഹാരം മാത്രമായിരിക്കണം. അപ്പൊ അത് ഈ പറയുന്ന ഇന്ദ്രിയ ശുദ്ധിയിലും വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വാക്കുകൾ കൊണ്ടാണെങ്കിലും, നമ്മുടെ നാവ് നമ്മുടെ ഒരു ഇന്ദ്രിയാണ് അല്ലെ? നമ്മുടെ ഏറ്റവും കുഴപ്പക്കാരനായിട്ടുള്ള ഇന്ദ്രിയാണ് നാവ്. തൃപ്പാദങ്ങള് ഈ ഇന്ദ്രിയങ്ങളുടെ ഒക്കെ കുഴപ്പത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന ഗുരുവിന്റെ ഒരു കൃതിയുണ്ട്. അറിയാമോ അത്? ഏതാണ്? നാദം കടന്നു നടുവേ വിലസുന്ന നിന്മേ ചേതസ്സിലായി വരിക ജന്മമറുന്നതിനായി ബോധം കളഞ്ഞു പുറമേ ചുഴലും ചെവിക്ക്
ഒരാതങ്കമില്ലടിയനുണ്ടിതു ദീർഘശംഭോ. അറിയാമോ ഈ കൃതി? ഇല്ല. കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. ചിലരൊക്കെ കേട്ടിട്ടുണ്ട്, ചിലർക്ക് അറിയില്ല. ഇത് ഗുരുവിന്റെ ഇന്ദ്രിയ വൈരാഗ്യം എന്ന കൃതിയാണ് കേട്ടോ. ഇന്ദ്രിയ വൈരാഗ്യം. അതില് തൃപ്പാദങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്നിങ്ങനെ നമ്മുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. അവരെ നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നാ വിളിക്കുക. അതായത് നമ്മളെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ കാര്യങ്ങളൊക്കെ അറിയുന്നത് എങ്ങനെയാ? കണ്ടറിയും, കേട്ടറിയും, തൊട്ടറിയും, രുചിച്ചറിയും, മണത്തറിയും. അങ്ങനെയല്ലേ നമ്മൾ അറിയാം. സെൻസ് ഓർഗൻസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക അല്ലെ. അത് കൂടാതെ നമുക്ക് വേറെ കുറച്ച് ഇന്ദ്രിയങ്ങൾ ഉണ്ട്. അവരെ നമ്മൾ കർമ്മേന്ദ്രിയങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മൾ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ കയ്യ്, കാല് മുതലായ ഇന്ദ്രിയങ്ങൾ ഉണ്ടല്ലോ, അവരെ നമ്മൾ കർമ്മേന്ദ്രിയങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ കർമ്മേന്ദ്രിയങ്ങൾക്കും ചില കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് മാത്രം ചെയ്താൽ മതി. അതുകൊണ്ട് ആ ഗുരു നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് ഈ ലോചനമാതീന്ദ്രിയം ഏതെങ്കിലും ഒന്നിങ് ആലോചന കൂടാതബധത്തിങ്കലണഞ്ഞാൽ ആലാക്കിലുടൻ സന്മതി തോന്നിക്കുകനിക്കൻ കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനെ കൈകാൽ മുതലാമെന്നുടെ അംഗങ്ങളിലൊന്നും ചെയ്യാതൊരു കർമ്മമൊഴിഞ്ഞവിവേകാൽ വയ്യാത്തതു ചെയ്യാൻ തുനിയാതാക്കുക വേണം. കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനെ. നമ്മൾ എന്താ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്? ഈ ലോചനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കണ്ണ്. ആദി എന്ന് പറഞ്ഞാൽ എക്സെട്ര മുതലായ എന്നാണ് അർത്ഥം. അപ്പൊ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി ഇവരെല്ലാം അതിൽ പെടും കേട്ടോ. അപ്പൊ ഇവര് ഈ മുതലായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആലോചന കൂടാതെ നമ്മുടെ അബദ്ധം കൊണ്ട് എന്തെങ്കിലുമൊക്കെ അബദ്ധത്തിലേക്ക് നമ്മൾ ചെന്ന് ഈ ഇന്ദ്രിയങ്ങൾ ചാടിയാൽ അതിന് പെട്ടെന്ന് തന്നെ എൻ്റെ ഉള്ളിൽ ഭഗവാനെ നല്ല ബുദ്ധി തോന്നിപ്പിക്കണമേ. അതാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. പിന്നെ കയ്യ്, കാല് മുതലായ ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും ചെയ്താൽ ആ സമയത്ത് എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുതേ ഭഗവാനെ. നമ്മള് സാധാരണ മനുഷ്യരല്ലേ. അപ്പൊ നമുക്ക് അറിയാതെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യാനായിട്ട് തോന്നും. വേണ്ടാത്തത് കാണാനും വേണ്ടാത്തത് കേൾക്കാനും ഒക്കെ ഉള്ള ഒരു താല്പര്യമൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ അതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ വേണം. നമ്മുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒക്കെ നമ്മൾ നല്ലത് മാത്രം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്താൽ മതി. കൈയും കാലും മുതലായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ നല്ലത് മാത്രം ചെയ്താൽ മതി. എങ്കിലേ നമ്മൾ ഗുരുവിന്റെ നല്ല മക്കളായിട്ട് മാറും. എങ്കിലും നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ വേണ്ടാത്തതിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അതിന് കാരണം എന്താണെന്നറിയാമോ? ഈ വേണ്ടാത്തതിലേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കുഴപ്പക്കാരൻ നമ്മുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. അവന്റെ പേരാണ് മനസ്സ്. അപ്പൊ അതുകൊണ്ട് തൃപ്പാദങ്ങൾ അവസാനം പറയുന്ന ശുദ്ധി എന്താണ്? മനഃശുദ്ധി. കേട്ടിട്ടില്ലേ മനഃശുദ്ധി എന്ന്? ആ മനസ്സാണ് നമ്മളെ നൂഡിൽസ് കഴിക്കണ്ടെന്ന് ഇന്ന് സൗമ്യ ആന്റി പറഞ്ഞായിരുന്നു. പക്ഷെ നൂഡിൽസ് കാണുമ്പോ നീ കഴിച്ചോളൂ എന്ന് ഇങ്ങനെ നമ്മളോട് മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ മനസ്സിന്റെ ഒരു കുഴപ്പം. അല്ലെങ്കിൽ നമ്മളിപ്പോ മത്സ്യമാംസാദികളൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇത് കാണുമ്പോ നമുക്ക് അറിയാതെ ഇത് കഴിക്കാനായിട്ടുള്ള ഒരു പ്രവണത ഉണ്ടാവും. നീ അത് കഴിക്കൂ എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതാണ് നമ്മുടെ മനസ്സിന്റെ ഒരു കുഴപ്പം. അവനോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുതെന്ന് തീരുമാനിച്ചു അവൻ അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചേ അടങ്ങും. അപ്പൊ നമ്മളെ വേണ്ടാത്തതിലേക്കൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ മനസ്സാണ്. അപ്പൊ ഈ മനസ്സിനെ അടക്കാൻ നമുക്ക് പറ്റിയാലുണ്ടല്ലോ, നമുക്ക് പിന്നെ എല്ലാറ്റിനെയും ജയിക്കാനായിട്ട് പറ്റും. അപ്പൊ തൃപ്പാദങ്ങൾ അവസാനം പറയുന്ന കാര്യമാണ് മനഃശുദ്ധി. അപ്പൊ ഈ മനഃശുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും 2 നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിലേക്ക് വന്നാലുണ്ടല്ലോ നമ്മുടെ മനസ്സ് എപ്പോഴും ശുദ്ധമാകും. അതിനു വേണ്ടിയിട്ടാണ് 2 നേരവും വിളക്ക് കൊളുത്തി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ പറയുന്നത്. മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും പാലിക്കില്ലേ? വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ശരീരശുദ്ധി, ഗ്രഹശുദ്ധി അല്ലെ? ഇപ്പൊ ഇതാണ് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ള പഞ്ചശുദ്ധി വ്രതാചരണം.
അപ്പൊ ഇനി വരുന്ന 10 ദിവസങ്ങൾ, നാളെ പീതാംബര ദീക്ഷ കയ്യിലേക്ക് നമ്മൾ കെട്ടുന്നത്, അത് അഴിയാത്തൊരു കെട്ടായിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പൊ നമ്മൾ നാളെ ഗുരുവിന്റെ മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഈ പീതാംബര ദീക്ഷ സ്വീകരിക്കുന്നത്. അപ്പൊ സ്വീകരിക്കുമ്പോ അത് അഴിയാത്തൊരു കെട്ടായിട്ട് ഒരു ചരട് നമ്മുടെ കയ്യിൽ കെട്ടുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ അഴിയാത്ത ഒരു ഉറപ്പ് ഗുരുവിന് കൊടുക്കുക. ഇനി വരുന്ന 10 ദിവസങ്ങള് ഞങ്ങൾ ഗുരുവിന്റെ മക്കളായിരിക്കും എന്നൊരു ഉറപ്പ് നമ്മൾ ഭഗവാന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി മുതല് ഞങ്ങളുടെ നാവിൽ നിന്ന് ചീത്തയായ വാക്കുകൾ ഒന്നും വരില്ല. ഞങ്ങള് ശുദ്ധമായ ഭക്ഷണം മാത്രമേ കഴിക്കൂ. ഞങ്ങൾ കാണേണ്ടത് മാത്രമേ കാണൂ. കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ കാർട്ടൂണുകൾ ഒഴിവാക്കും, ഗെയിമുകൾ ഒഴിവാക്കും, അതോടൊപ്പം സിനിമ കാണുന്നത് ഒഴിവാക്കും. ഇനി ഞങ്ങളുടെ പരീക്ഷയ്ക്കുള്ള കാര്യങ്ങളോ സ്കൂളിലേക്കുള്ള കാര്യങ്ങളോ അതല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങള്, ധന്യ ടീച്ചർ പഠിപ്പിച്ചു തന്ന പാഠങ്ങള്, അതല്ലെങ്കിൽ ആർച്ച ചേച്ചി പഠിപ്പിച്ചു തന്ന പാഠങ്ങള്, ഗൗരി ചേച്ചി പഠിപ്പിച്ചു തന്ന പാഠങ്ങള്, ഇതൊക്കെയാണ് ഞങ്ങൾ ഇനി കുറച്ച് ദിവസത്തേക്ക് പഠിക്കാൻ പോകുന്നത്. ഇനി ഗുരുപുഷ്പാഞ്ജലി മന്ത്രം ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഇനി വരുന്ന 10 ദിവസവും 2 നേരവും ഞങ്ങൾ ചൊല്ലും. അതോടൊപ്പം ഹോമമന്ത്രം ഞങ്ങൾ ഉരുവിടും. ഗുരുവിന്റെ കൃതികൾ ഞങ്ങൾ പാരായണം ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്യും എന്നൊരു ഉറപ്പ് നമ്മൾ ഗുരുവിന് നാളെ കൊടുക്കുകയാണ്. അപ്പൊ അതാണ് പീതാംബര ദീക്ഷ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗുരുവിന് നാളെ തൊട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഉറപ്പ്, ആ ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിൽ നാളെ ഒരു ചരട് കെട്ടിത്തരുന്നത്. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി ഈ വ്രതാനുഷ്ഠാനം പൂർത്തീകരിച്ച് ഈ കുട്ടി തീർത്ഥാടന പദയാത്രയിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കണമേ, നല്ല ഗുരുവിന്റെ മക്കളായിട്ട് പങ്കെടുക്കാൻ സാധിക്കണമേ എന്നൊരു ഉറപ്പ് നമ്മൾ ഭഗവാന് കൊടുത്തുകൊണ്ട് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ പീതാംബര ദീക്ഷ എന്ന ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോ പീതാംബര ദീക്ഷയെ കുറിച്ചും പഞ്ചശുദ്ധി വ്രതാചരണത്തെ കുറിച്ചും നിങ്ങൾക്ക് ചെറിയൊരു അറിവ് കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇനി പദയാത്രയുടെ പ്രാധാന്യം എന്താണെന്നാണ് നമ്മൾ അറിയേണ്ടത്. നമുക്ക് ഇന്ന് വാഹന സൗകര്യമൊക്കെ ഉണ്ട്, നമ്മുടെ എല്ലാവരുടെയും വീട്ടില് വാഹനമൊക്കെ ഉണ്ട്. എന്നാല് ഈ വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തില് നമ്മുടെ അച്ഛനമ്മമാര് എവിടെയും പൊയ്ക്കൊണ്ടിരുന്നത്, കിലോമീറ്ററുകളോളം പൊയ്ക്കൊണ്ടിരുന്നത് കാൽനടയായിട്ടായിരിക്കും. നമ്മുടെ അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബസ് സൗകര്യമൊക്കെ കിട്ടിയിരിക്കാം. പക്ഷെ അതല്ലാതെ നമ്മുടെ മുതുമുത്തശ്ശന്മാരും മുതുമുത്തശ്ശിമാരും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഇന്ന് പറയുന്ന യന്ത്ര സാമഗ്രികളുടെ ഒന്നും സഹായമില്ലാതെ അവര് ആ ഒരു കാലഘട്ടം കഴിച്ചു കൂട്ടിയിരുന്നത് കൂടുതലും ഈ യന്ത്ര സഹായങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങളെല്ലാം സ്വയം അവരുടെ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ നമുക്ക് അറിയണ്ടേ അവർക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന്. ഇന്ന് നമ്മൾ പലരും കാറിലോ ബൈക്കിലോ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്താണ് ഓരോ സ്ഥലത്തേക്കും പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ശിവഗിരി പദയാത്ര ആർഭാടരഹിതമായിരിക്കണമെന്ന്, പദയാത്ര എന്നല്ല, ശിവഗിരി തീർത്ഥാടനം ആർഭാടരഹിതമായിരിക്കണം എന്ന് തൃപ്പാദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മള് ഉപയോഗത്തിലിരിക്കുന്ന വെള്ളവസ്ത്രം മഞ്ഞളിൽ മുക്കിയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അതായത് മഞ്ഞപ്പട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട, പകരം ഉപയോഗത്തിലിരിക്കുന്ന വെള്ളവസ്ത്രം മഞ്ഞളിൽ മുക്കി ഉപയോഗിക്കണം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മഞ്ഞളിൽ മുക്കിയ വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് പദയാത്രയിൽ പങ്കെടുക്കാനായിട്ട് ഇതിന്റെ നിർദ്ദേശകര് നമ്മളോട് അരുൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ വസ്ത്രം ഉടുത്തുകൊണ്ട് ഈ പദം വെച്ച് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ. അപ്പൊ ആ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ഒന്ന് അറിയിക്കുക. വിദ്യാലയത്തിൽ ത്യാഗം പഠിപ്പിക്കണം എന്ന് ഗുരു പറയും. കുറച്ചൊക്കെ നമ്മൾ ത്യാഗം പഠിക്കണം. അപ്പൊ ആ ത്യാഗം പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിന് വേണ്ടി നമ്മുടെ പൂർവികര് ബുദ്ധിമുട്ടിയിരുന്ന ആ ബുദ്ധിമുട്ട് നമ്മൾ അറിയണം. അങ്ങനെ ധാരാളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പണത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ അച്ഛനമ്മമാർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴും ചിലപ്പോ പലരുടെയും വീട്ടിലുണ്ടാവും. അപ്പൊ ആ ബുദ്ധിമുട്ടുകളൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ ത്യാഗം എന്ന വാക്ക് നമ്മൾ പഠിക്കണം. അപ്പൊ നമ്മൾ പദയാത്രയായിട്ട് നടന്ന് നമ്മൾ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ത്യാഗ മനോഭാവമുള്ളവരാക്കി മാറ്റുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു ദൂരമാണ് നിങ്ങൾ നടക്കുന്നത്. അത്രയും ദൂരം തന്നെ നടക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിക്കാലുകളൊക്കെ ചിലപ്പോൾ കുഴയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ കിലോമീറ്ററുകളോളം നടക്കാനായിട്ട് എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാകും.
അവരൊക്കെ അന്ന് ഒരു ചെരുപ്പ് പോലും ഉപയോഗിക്കാതെ നടന്നതിന്റെ ഫലമാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സൗകര്യങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നും വേണ്ട, നമ്മുടെ ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങള് ഇത്രയും നല്ലൊരു ജീവിതം നമുക്ക് തരാൻ തൃപ്പാദങ്ങൾ എവിടെ വരെ നടന്നു ആലോചിച്ചിട്ടുണ്ടോ നിങ്ങള്? ഗുരുവിന്റെ കഥകളൊക്കെ നമ്മൾ പഠിക്കുന്നതല്ലേ. ഗുരു എവിടെയൊക്കെ പോയിട്ടുണ്ട്. വർഷങ്ങളോളം തൃപ്പാദങ്ങള് അവധൂതനായിട്ട് നടന്നിട്ടുണ്ട്. അത് കേരളത്തിന്റെ തെക്കേ അറ്റം തൊട്ട് വടക്കേ അറ്റത്തുള്ള പല ഭാഗങ്ങളിലും വരെ തൃപ്പാദങ്ങൾ പോയിട്ടുണ്ട്. ഇവിടെ പലയിടത്തും തൃപ്പാദങ്ങൾ പോയത് കാൽനടയായിട്ടാണ്. ഒരു ചെരുപ്പ് പോലും ഉപയോഗിക്കാതെ ഒരു ഒറ്റമുണ്ടും ഒരു ഉത്തരീയവും ഉപയോഗിച്ച് അത് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് തൃപ്പാദങ്ങള് തന്റെ ആയുസ്സും വപുസ്സും ബലിയർപ്പിച്ച് ഇത്രയും നല്ലൊരു ജീവിതം നമുക്ക് തന്നത്. അപ്പൊ തൃപ്പാദങ്ങളുടെ ആ ത്യാഗത്തിനുള്ള ഒരു സമർപ്പണം കൂടി, അങ്ങനെ ത്യാഗം സഹിച്ച് നമുക്ക് വേണ്ടിയിട്ട് നല്ലൊരു ജീവിതം പടുത്തുയർത്തി തന്ന തൃപ്പാദങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പണം കൂടിയാണ് നമ്മുടെ ഈ പദയാത്ര എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഉപയോഗത്തിലിരിക്കുന്ന വെള്ള വസ്ത്രം ഉണ്ടെങ്കിൽ ആ വെള്ള വസ്ത്രം നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ അമ്മമാരുടെ പഴയ കോട്ടൺ സാരിയൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ വെട്ടി നമുക്ക് വേണമെങ്കിൽ തയ്ച്ചെടുക്കാം. നമുക്ക് വേണ്ടുന്ന ഒരു ഉടുപ്പ് നമുക്ക് തയ്ച്ചെടുക്കാം. തയ്ച്ചതിന് ശേഷം അത് മഞ്ഞളിൽ മുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വീട്ടിലൊക്കെ മഞ്ഞൾ ഉണ്ടെങ്കിൽ നമ്മളത് അരച്ചിട്ട് കലക്കി അത് മുക്കിയാൽ മതിയായിരിക്കും. ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും. അപ്പോ ആ മഞ്ഞൾപ്പൊടി കലക്കി മുക്കിയ വസ്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ തീർത്ഥാടനത്തിൽ പങ്കെടുക്കേണ്ടത്. ഇനി ഈ തീർത്ഥാടന സ്ഥലത്തെ കുറിച്ച് നമുക്ക് ഒന്ന് അന്വേഷിക്കാം. അതായത് എവിടേക്കാണ് നമ്മൾ തീർത്ഥാടനം പോകേണ്ടത് എന്നറിയാമോ? തീർത്ഥാടനം എന്ന് പറയുന്നത് തീർത്ഥ സ്ഥലങ്ങളിലേക്കുള്ള അടനം എന്നാണ് അതിനർത്ഥം. അടനം എന്ന് പറഞ്ഞാൽ യാത്ര എന്നാണ് അർത്ഥം. അപ്പോ തീർത്ഥീകരിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്കുള്ള യാത്രയാണ് തീർത്ഥാടനം. എങ്ങനെയാണ് ഒരു സ്ഥലം തീർത്ഥീകരിക്കപ്പെടുക? തീർത്ഥീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധമായി തീരുക എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ ഒരു സ്ഥലം എങ്ങനെയാണ് ശുദ്ധമായിട്ട് തീരുക? നിങ്ങൾ ഗുരുവിന്റെ മുനിചര്യാ പഞ്ചകം എന്ന് പറയുന്ന ഒരു കൃതിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. മുനിചര്യാ പഞ്ചകം കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ മുനിചര്യാ പഞ്ചകത്തിലൂടെ ഗുരു നമ്മളോട് പറയുന്നത് എന്താണ്? ഭുജക്കിം ഉപധാനതാം കിമുന കുംഭിനി മഞ്ജതാം വ്രജേദ്വ്രജിനഹാരിണി സ്വപദപാദിനി മേദിനി മുനേരപരസമ്പദാ കിമിഹ മുക്തരാഗസ്യ തത്വമസ്യധികമാദയം സകലഭോഗ്യം അത്യശ്നുതേ. ഒരു മുനിയുടെ പദതാരുകൾ പതിയുന്ന ഭൂമിയിൽ നിന്ന് സകല പാപങ്ങളും ഇല്ലാതെയായി തീർന്ന് ആ ഭൂമി പവിത്രമായി തീരുന്നു. ആ മുനി എങ്ങനെയുള്ള മുനിയാ? ഭുജക്കിം ഉപധാനതാം. ഗുരു നമ്മളോട് ചോദിക്കുക, ത്യാഗത്തെ കുറിച്ച് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോ ഗുരു നമ്മളോട് ചോദിക്കുകയാണ്, കിടക്കുവാനായിട്ട് നമ്മുടെ കൈകൾ നമുക്ക് തലയണയായി ഉപയോഗിച്ചുകൂടെ എന്ന്. പിന്നെ കിമുന കുംഭിനി മഞ്ജതാം, വെറും നിലത്ത് കിടന്ന് നമുക്ക് ഉറങ്ങിക്കൂടെ? അങ്ങനെ നമുക്ക് ഉറങ്ങിക്കൂടെ? അങ്ങനെ എല്ലാത്തിനെയും ത്യജിച്ച് ജീവിക്കുന്നവനെയാണ് നമ്മൾ സന്യാസി എന്ന് വിളിക്കുക. സന്യാസി എന്ന് പറഞ്ഞാൽ സമ്യക്കായി എല്ലാത്തിനെയും നസിച്ചവൻ, അഥവാ എല്ലാത്തിനെയും, സമ്യക് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് എല്ലാറ്റിനെയും ഉപേക്ഷിച്ചവൻ എന്നാണ് അർത്ഥം. അങ്ങനെ പൂർണ്ണമായി എല്ലാത്തിനെയും ത്യജിച്ച ഒരു മുനിയുടെ പദങ്ങൾ പതിയുന്ന ഭൂമിയാണ് തീർത്ഥാടന ഭൂമിയായി മാറുന്നത്, അഥവാ പരിശുദ്ധമാർന്ന ഭൂമിയായി മാറുന്നത്. ഋഷിവര്യന്മാര് പറയും, തീർത്ഥീ കുറുവന്തി തീർത്ഥാണി. അതായത് പവിത്രന്മാരായ ഋഷിവര്യന്മാരുടെ പദങ്ങൾ പതിയുന്ന ഭൂമിയെയാണ് നമ്മൾ തീർത്ഥീകരിക്കപ്പെട്ട ഭൂമിയായി കണക്കാക്കി പോരുന്നത്. അപ്പോ ശബരിമല ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, നമുക്ക് അറിഞ്ഞൂടെ?
അപ്പൊ അവിടെ പണ്ട് ശബരി എന്ന ഒരു സന്യാസിനി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആ സ്ഥലം ശബരിമല എന്നറിയപ്പെടുന്നത്. അപ്പോ ശബരിമല തീർത്ഥാടന ഭൂമിയായി മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ ശബരി എന്ന എല്ലാറ്റിനെയും ത്യജിച്ച ശബരി ഒരു കാട്ടാള സ്ത്രീ ആയിരുന്നു. അപ്പൊ ശബരിയെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ രാമായണം ഒന്ന് വായിച്ചു നോക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ അമ്മമാരോട് ശബരി ആശ്രമ പ്രവേശം എന്ന് പറഞ്ഞിട്ട് രാമായണത്തിൽ ഒരു ഭാഗമുണ്ട്. അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാൻ നമ്മുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ ഒന്ന് പറയണം. അപ്പോ ഈ ശബരി ഒരു കാട്ടാള സ്ത്രീ ആയിരുന്നു. അപ്പൊ ആ ശബരി കാട്ടാള സ്ത്രീയായ ശബരി ഒരിക്കലിങ്ങനെ കാട്ടിൽ കൂടി നടന്ന സമയത്ത് ഒരു മുനിവര്യന്റെ ആശ്രമത്തിൽ നിന്ന് എപ്പോഴും മന്ത്രോച്ചാരണം കേൾക്കാം. അപ്പൊ അവൾക്ക് അത് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. അതിന്റെ ഫലമായിട്ട് അവൾക്ക് അത് പഠിക്കാനുള്ള അവകാശം ഇല്ലല്ലോ, കാട്ടാള സ്ത്രീയല്ലേ. അപ്പൊ അത് ഒളിച്ചിരുന്ന് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഒളിച്ചിരുന്ന് കേട്ട് കേട്ട് ഈ മന്ത്രങ്ങളൊക്കെ ഈ ശബരി പഠിച്ചു. അപ്പൊ ശബരിക്ക് ഒരു ആഗ്രഹം തോന്നി, ഈ മഹർഷിക്ക് നമ്മള് പഠിക്കുകയാണെങ്കിൽ കൂടി എന്തെങ്കിലും ദക്ഷിണയായിട്ട് കൊടുക്കണമല്ലോ. അപ്പൊ അവള് വിചാരിച്ചു ദക്ഷിണയായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ മുനി അറിയാതെയാണ് കാര്യങ്ങളൊക്കെ ഇവള് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മുനി കാണാതെ ഇവള് കാട്ടിൽ നിന്ന് വിറകുകളൊക്കെ ശേഖരിച്ച് മുനിയുടെ ആശ്രമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് വെക്കും. മുനി ഉറങ്ങുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ആശ്രമ പരിസരമൊക്കെ വൃത്തിയാക്കിയിടും. അപ്പൊ അങ്ങനെ ദക്ഷിണയായിട്ട് അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്താണ് അവള് ഈ കാര്യങ്ങളൊക്കെ കേട്ട് പഠിച്ചിരുന്നത്. പക്ഷെ ഒരു ദിവസം ഈ മുനി ഇത് കണ്ടുപിടിച്ചു. അപ്പൊ മുനിക്ക് വലിയ സന്തോഷം തോന്നി. അങ്ങനെ മുനി അവളെ തന്റെ ശിഷ്യയായിട്ട് സ്വീകരിക്കുകയാണ്. പിന്നീട് മുനിയുടെ കാലശേഷം ആ ആശ്രമത്തിന്റെ അധിപതിയായിട്ട് തീർന്നത് ശബരിയാണ്. അപ്പൊ അങ്ങനെ ശബരി താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആശ്രമത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശ്രീരാമദേവൻ സീതാദേവിയുമായിട്ട് വനവാസത്തിന് വന്ന സമയത്ത് ഈ ആശ്രമത്തില് വന്നു. അപ്പോ ശബരിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ ശ്രീരാമദേവന് വേണ്ടിയിട്ട് അവള് ഫലമൂലാദികളൊക്കെ കാഴ്ചവെച്ചു. ഫലമൂലാദികൾ കാഴ്ചവെച്ചപ്പോ ഇതിൽ നല്ലത് മാത്രം ഭഗവാന് കൊടുത്താൽ മതി, അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നല്ലത് മാത്രം ഭഗവാന് കൊടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവിടെ വെച്ചിരുന്ന പഴങ്ങൾ ഓരോന്നും അവളെടുത്ത് കടിച്ചു നോക്കി. അവിടെ ഒരു നിഷ്കളങ്കതയാണ് കേട്ടോ. അപ്പൊ അതിൽ മധുരമുള്ളത് മാത്രം ഭഗവാന് വേണ്ടിയിട്ട് കൊടുക്കും, പിന്നെ പുളിയുള്ളതൊക്കെ അവളെടുത്ത് മാറ്റിവെച്ചു. അപ്പൊ അങ്ങനെ ഒരു നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി ഭഗവാനെ സ്വീകരിച്ചു. അവൾക്ക് ഭഗവാൻ ശ്രീരാമദേവൻ അനുഗ്രഹം കൊടുത്തു എന്നൊക്കെ ഒരു കഥയുണ്ട്. അപ്പൊ ആ കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ശബരിമല എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു സ്ഥലം എപ്പോഴും തീർത്ഥീകരിക്കപ്പെടുന്നത് പുണ്യാത്മാക്കളായ സന്യാസി വര്യന്മാരുടെ മുനിവര്യന്മാരുടെ പദങ്ങൾ പതിയുന്ന ഭൂമിയായിട്ട് മാറുമ്പോഴാണ് ആ സ്ഥലം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുന്നത്. അങ്ങനെ കാട് പിടിച്ചു കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മുടെ ശിവഗിരി. ആ സ്ഥലം അറിയപ്പെട്ടിരുന്നത് കൈതക്കോണം കുന്നെന്നാണ്. പിന്നീട് തൃപ്പാദങ്ങള് അവിടെ വന്ന് ആ കാടൊക്കെ വെട്ടിത്തെളിച്ച് ആ സ്ഥലം അതിന്റെ ഉടമസ്ഥനോട് എഴുതി വാങ്ങിപ്പിച്ച് തൃപ്പാദങ്ങള് തന്റെ കർമ്മമണ്ഡലമായിട്ട് അതിനെ തിരഞ്ഞെടുത്തിട്ടാണ് അതിന് ശിവഗിരി എന്ന നാമധേയം കൊടുത്തത്. അങ്ങനെയാണ് നമ്മുടെ ശിവഗിരി ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയത്. നമ്മൾ കേട്ടിട്ടുണ്ട് കഥയൊക്കെ അല്ലെ, തീർത്ഥാടനം നടക്കാനിടയായ സാഹചര്യം, ശിവഗിരി തീർത്ഥാടനത്തിന്റെ സാഹചര്യമൊക്കെ കേട്ടിട്ടുണ്ട്. വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും ടി.കെ. കിട്ടൻ റൈറ്ററും കൂടി നമ്മുടെ നാഗമ്പടം മഹാദേവ ക്ഷേത്ര സന്നിധിയില് തേന്മാവിൻ ചുവട്ടിലെ തൃപ്പാദങ്ങൾ വിശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് തൃപ്പാദങ്ങളോട് ശിവഗിരി തീർത്ഥാടനം എന്ന ഒരാശയം അവതരിപ്പിക്കുകയും തൃപ്പാദങ്ങള് അതിന് അനുമതി കൊടുക്കുകയും ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. എന്ന് അത് നടത്തണം എന്ന് ചോദിച്ചപ്പോ തൃപ്പാദങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചൊരു ദിവസമാണ് യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പിന്, അതായത് ജനുവരി 1-ാം തീയതി ആയിക്കൊള്ളട്ടെ തീർത്ഥാടനം എന്ന്. പിന്നെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് അത് 30, 31, ജനുവരി 1 തീയതികളിലായിട്ട് അത് മാറ്റിയിട്ടുള്ളത്. തൃപ്പാദങ്ങൾ കൽപ്പിച്ച ദിവസം യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പായ ജനുവരി 1-നാണ്. ഇത് തൃപ്പാദങ്ങൾ നിർദ്ദേശിച്ചതാണ്. അപ്പൊ അതോടൊപ്പമാണ് ശിവഗിരി തീർത്ഥാടകർ അണിയേണ്ടുന്ന വസ്ത്രത്തെക്കുറിച്ചും വ്രതാചരണത്തെക്കുറിച്ചും ഒക്കെ തൃപ്പാദങ്ങൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ കഥയൊക്കെ കേട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും ഇത് ഇവരുടെ ഒരു ഐഡിയ ആണ് എന്ന് അല്ലെ. ഇപ്പൊ ശിവഗിരി എന്ന പേര് വന്നത് അതിന് തൃപ്പാദങ്ങൾ തന്നെയാണ് ശിവഗിരി എന്ന പേര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന് പിന്നിൽ വേറൊരു കഥയുണ്ട്. അതായത് ഈ ശിവഗിരി കുന്ന്, അതായത് ഭഗവാന്റെ മഹാസമാധി മണ്ഡപം നിലനിൽക്കുന്ന ആ സ്ഥലം,
തൃപ്പാദങ്ങൾക്ക് മഹാസമാധി സ്ഥാനമായിട്ട് കൽപ്പിച്ചിരുന്നത് ഇന്ന് ബ്രഹ്മവിദ്യാലയം സ്ഥിതി ചെയ്യുന്നതിന് അടുത്തുള്ള സ്ഥലമാണ്. അപ്പൊ തൃപ്പാദങ്ങള് മഹാസമാധിക്ക് മുൻപ് തന്നെ തന്റെ ദിവസം ഏതെന്ന്, അതായത് മഹാസമാധി കൈവരിക്കുന്ന ദിവസം ഏതെന്ന് ഭഗവാൻ അറിയാമായിരുന്നു. അപ്പൊ ഭഗവാൻ മഹാസമാധിയോട് അടുക്കുന്ന സമയത്ത് അതിന് വേണ്ടുന്ന മഹാസമാധി ഇരുത്തുവാൻ വേണ്ടുന്ന കുഴി, അതിന് മൂടിക്കല്ല് നിർമ്മിച്ചതിന് ശേഷമാണ് തൃപ്പാദങ്ങളുടെ തിരുവുടല് വെടിയുന്നത്. അപ്പൊ ആദ്യ മഹാസമാധി സ്ഥാനമായിട്ട് നിശ്ചയിച്ചിരുന്നത് ഇപ്പോൾ കാണുന്ന സ്ഥലമായിരുന്നില്ല. പിന്നീട് അവിടെ ആ സമയത്ത് ഒരു സന്യാസി വര്യൻ, ഒരു സിദ്ധൻ പ്രത്യക്ഷപ്പെടുകയും അവിടെ നിന്ന് ആ സ്ഥലം മാറ്റി ഇന്ന് കാണുന്ന സ്ഥലത്തേക്ക് മാറ്റണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇന്ന് കാണുന്ന സ്ഥലം ഭഗവാന്റെ മഹാസമാധി സ്ഥാനമായിട്ട് മാറിയത്. അപ്പോ പിന്നീട് അറിയാൻ കഴിയുന്നത് ഇതിനു മുൻപ് അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും ആ ശിവക്ഷേത്രം കാലാന്തരത്തിൽ കത്തി നശിച്ചു പോയതാണെന്ന്, പുരാതന കാലത്ത് ഉണ്ടായിരുന്നതാണെന്നുമാണ് കരുതപ്പെടുന്നത്. തൃപ്പാദങ്ങള് അതിന് ശിവഗിരി എന്ന പേര് നൽകാനായിട്ടുള്ള ഒരു കാരണം ഇതായിരിക്കാം എന്ന് കരുതപ്പെടുന്നു. അപ്പൊ അങ്ങനെ തീർത്ഥാടന കേന്ദ്രമായ ശിവഗിരിയിലേക്ക് നമ്മള് വരുമ്പോ തീർത്ഥാടനം എന്ന ആശയം വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരിൽ നിന്നും ടി കെ കിട്ടൻ റൈറ്ററിൽ നിന്നും വന്നതാണ് എന്ന് നമ്മൾ വിചാരിക്കാൻ സാധ്യതയുണ്ട്. എന്നാല് നമ്മൾ അതേക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നമ്മള് ഈ തീർത്ഥാടനം ആരംഭിക്കുന്നത് മൂലൂരിന്റെ ഭവനത്തിൽ നിന്ന്, അതായത് കേരളവർമ്മ സൗധം എന്നാണ് അദ്ദേഹത്തിന്റെ വീട് അറിയപ്പെടുന്നത്. അപ്പൊ കേരളവർമ്മ സൗധം എന്നറിയപ്പെടുന്ന മൂലൂരിന്റെ ഭവനത്തിൽ നിന്നാണ് ആദ്യമായിട്ട് തീർത്ഥാടകര് പുറപ്പെടുന്നത്. അപ്പൊ മൂലൂര് തന്റെ ശരീരം വെടിയുന്നതിന്, അല്ലെങ്കിൽ മൂലൂര് അന്തരിച്ചതിന് ശേഷമാണ് ശിവഗിരി തീർത്ഥാടനം എന്ന ആ ഒരു സാക്ഷാത്കാരം നടക്കുന്നത് എങ്കിൽ പോലും അദ്ദേഹം ഒരു കവിയും എഴുത്തുകാരനും ഒക്കെ ആയിരുന്നു എന്ന് നമുക്കറിയാം, അല്ലെ? ശിവഗിരി തീർത്ഥാടനം എന്ന ഒരു ചെറിയ ലേഖനം അദ്ദേഹത്തിന്റെ ആശയത്തില് അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മൂലൂരിന്റെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ശിവഗിരിയിലേക്ക് ഒരു തീർത്ഥാടനം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മൂലൂരിന്റെ മകൻ പ്രഭാകരൻ അടക്കമുള്ളവരാണ് ഈ ശിവഗിരി തീർത്ഥാടനം എന്ന ആശയം നടന്ന് പിന്നെ ഏതാണ്ട് 9 വർഷത്തിന് ശേഷം 1928 ആണ് തൃപ്പാദങ്ങള് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകുന്നത് എന്ന് നമുക്കറിയാം, അല്ലെ? നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. ഈ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകി 9 മാസമായപ്പോ ജനുവരിയിലാണ് തൃപ്പാദങ്ങള് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുന്നത്. പിന്നീട് ആ വർഷം തന്നെ സെപ്റ്റംബർ മാസം 20-ാം തീയതി തൃപ്പാദങ്ങള് മഹാസമാധി കൈവരിച്ചു. പിന്നെ അതും കഴിഞ്ഞ് 1932 ശിവഗിരി തീർത്ഥാടനം ആദ്യമായിട്ട് മൂലൂരിന്റെ ഭവനത്തിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ള 5 മഞ്ഞക്കിളികൾ ചേർന്ന് പത്തനംതിട്ട ജില്ലയിലെ ഇലവന്തിട്ട എന്ന സ്ഥലത്താണ് മൂലൂർ ഭവനം അഥവാ കേരളവർമ്മ സൗധം സ്ഥിതി ചെയ്യുന്നതെന്ന് ആലോചിക്കണം. അപ്പൊ ആ പത്തനംതിട്ടയിൽ നിന്നാണ് ആളുകള് നടന്ന് ശിവഗിരിയില് എത്തിയിട്ടുള്ളത്. അപ്പൊ ശിവഗിരിയില് അവര് പോരുന്ന വഴിക്ക് മഞ്ഞ ധരിച്ച് ഭഗവാന്റെ ഗാഥകൾ പാടിക്കൊണ്ട് പോന്നവരെ മഞ്ഞക്കിളികൾ എന്ന് വിളിച്ച് വഴിയിൽ നിന്നവര് ആക്ഷേപിച്ചതാണ്. പക്ഷെ അവരതൊരു അവർക്ക് കിട്ടിയൊരു സ്വീകരണമായിട്ടാണ് കരുതിയിരുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരും അവരെ കളിയാക്കി എന്ന് നമ്മൾ വിചാരിക്കരുത്. കളിയാക്കലുകളെക്കാൾ കൂടുതലായി ഗുരുവിന്റെ ഭക്തന്മാരായിട്ടുള്ളവരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ശിവഗിരി തീർത്ഥാടകരെ എങ്ങനെയാണോ സ്വാഗതം ചെയ്യുന്നത്, പദയാത്രികരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ ചോദിച്ചാൽ അറിയാം, അവരൊക്കെ പദയാത്രികരായിട്ട് പോകുമ്പോൾ അവർക്കൊക്കെ വഴിയിൽ നിന്ന് കിട്ടുന്ന സ്വീകരണങ്ങൾ എത്ര വലുതാണെന്ന്. അവരുടെ മനസ്സിനെയും വയറിനെയും ഹൃദയത്തെ ഒക്കെ നിറയ്ക്കത്തക്ക രീതിയിലുള്ള സ്വീകരണമാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോ ആ സ്വീകരണങ്ങളൊക്കെ അന്നും ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ മഞ്ഞക്കിളികൾ ശിവഗിരിയിൽ എത്തിയത്. അപ്പൊ ശിവഗിരിയിൽ എത്തിയപ്പോ അന്നത്തെ തീർത്ഥാടന കമ്മിറ്റിയുടെ കൺവീനർ ആയിരുന്ന സുഗുണാനന്ദഗിരി സ്വാമി കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെ? സുഗുണാനന്ദഗിരി സ്വാമി എന്ന് കേട്ടിട്ടുണ്ടോ? തൃപ്പാദങ്ങളുടെ ശിഷ്യനായിരുന്നു. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് സംഗീത സ്വാമികൾ എന്നാണ്. കാരണം ഭംഗിയായിട്ട് സംഗീതം ആലപിക്കാൻ സുഗുണാനന്ദഗിരി സ്വാമികൾക്ക് അറിയാമായിരുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംഗീത സ്വാമികൾ എന്ന് വിളിക്കും. അപ്പൊ ഈ സുഗുണാനന്ദഗിരി സ്വാമികളും അന്നത്തെ മഠാധിപതിയായിരുന്ന അച്യുതാനന്ദ സ്വാമികളും ഒക്കെ ചേർന്നിട്ടാണ് ശിവഗിരി തീർത്ഥാടകരെ, ആദ്യ ശിവഗിരി തീർത്ഥാടകരെ
സ്വാഗതം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സ്വാഗതം ചെയ്തതിന് ശേഷം ഈ ശിവഗിരി തീർത്ഥാടകർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. അപ്പോ ആ സർട്ടിഫിക്കറ്റില് ഇങ്ങനെ എഴുതിയിരുന്നു, കാശി, രാമേശ്വരം എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾ തീർത്ഥാടനം പോകുന്നത് പോലെ ശിവഗിരി തീർത്ഥാടനം എന്നൊരു ഐറ്റം, അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, ശിവഗിരി തീർത്ഥാടനം എന്നൊരു ഐറ്റം ഉണ്ടാകുമെന്ന് തൃപ്പാദങ്ങൾ നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു എന്ന രീതിയിൽ സുഗുണാനന്ദഗിരി സ്വാമികൾ അവർക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആശയം ഗുരുവിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്ന് വേണ്ടേ നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കുവാൻ. അപ്പൊ ഇത് ഗുരുവിന്റെ തന്നെ ഒരു ആശയമായിട്ട് വേണം അതിനെ കരുതാൻ. ഇനി ശിവഗിരി തീർത്ഥാടനത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകത, സാധാരണഗതിയില് നമ്മളൊക്കെ തീർത്ഥാടനത്തിന് പോകുന്നത് മുദ്ര ധരിച്ച്, ഇപ്പൊ ശബരിമലയ്ക്കാണെങ്കിലും പോകുമ്പോൾ മുദ്ര ധരിച്ച് കറുപ്പ് വസ്ത്രം അണിഞ്ഞ് വ്രതാനുഷ്ഠാനത്തോടു കൂടി അവിടെ ചെല്ലുന്നു, അയ്യപ്പസ്വാമിയെ തൊഴുന്നു, തിരിച്ചു പോരുന്നു, അല്ലെ? ഇതാണ്. എന്നാൽ ശിവഗിരി തീർത്ഥാടനം എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ടപ്പോ തൃപ്പാദങ്ങള് വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരോടും ടി കെ കിട്ടൻ റൈറ്ററോടും പറഞ്ഞത്, തീർത്ഥാടനമോ ശിവഗിരിയിലേക്കോ കൊള്ളാം, നമ്മുടെ കുഴൽ വെള്ളത്തിൽ കുളിക്കാം, ശാരദയെ തൊഴാം. ഇതായിരുന്നു ആദ്യത്തെ ഗുരുവിന്റെ കമന്റ്. കുഴൽ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ? ശുചിത്വത്തെ കുറിക്കുന്നു, അല്ലെ? കുഴൽ വെള്ളത്തിൽ കുളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് ശുചിത്വത്തെ കുറിക്കുന്നു. പിന്നെ ശിവഗിരിക്ക് അടിവാരത്തിലായിട്ട് ഗുരു എത്തിയിരിക്കുന്നത് ആരെയാ? വിദ്യാദേവതയായ ശാരദയാണ്, അല്ലെ? അപ്പൊ നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട രണ്ട് കാര്യങ്ങളാണ് വിദ്യാഭ്യാസവും ശുചിത്വവും. അതുകൊണ്ട് ശിവഗിരി തീർത്ഥാടകര് പഠിക്കുവാൻ വേണ്ടി അതിനെ ഒരറിവിന്റെ തീർത്ഥാടനമാക്കി മാറ്റാൻ ഗുരു ആഗ്രഹിച്ചിരുന്നു. ഇങ്ങനൊരു തീർത്ഥാടനം നടക്കുന്ന സ്ഥലം ലോകത്ത് വേറെ എങ്ങും ഇല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ശിവഗിരി തീർത്ഥാടനത്തിന് തൃപ്പാദങ്ങൾ കൽപ്പിച്ചിട്ടുള്ള 8 ലക്ഷ്യങ്ങളിൽ ആദ്യത്തെ എന്താണ്? വിദ്യാഭ്യാസം, ശുചിത്വം. അതിനുശേഷമാണ് ഈശ്വരഭക്തിക്ക് സ്ഥാനമുള്ളത്, അല്ലെ? അപ്പോ വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, വിദ്യ, ശാസ്ത്ര സാങ്കേതിക വിദ്യ. ഇതാണ് 8 ലക്ഷ്യങ്ങൾ, അല്ലെ? എന്നാ നമ്മളോട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത് അവിടെ? യൂറോപ്യന്മാരുടെ ആണ്ടുപിറവി ജനുവരി 1-ന്, അല്ലെ? ഒരു മനുഷ്യന് ജീവിതത്തില് രക്ഷപ്പെടുവാൻ ആവശ്യമായിട്ട് വേണ്ട, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആത്മീയമായ ശുദ്ധി, മനഃശുദ്ധി ഉണ്ടായിരിക്കണം, വേണ്ടേ നമ്മുടെ ജീവിതത്തില്? അപ്പൊ ആ മനഃശുദ്ധിക്കും ഇന്ദ്രിയ ശുദ്ധിക്കും ഒക്കെ ഉതകുന്ന തരത്തിലുള്ള ആത്മീയമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസത്തെയും ശുചിത്വത്തെയും ഈശ്വരഭക്തിയെയും കുറിച്ച് ഗുരു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അതിൽ ഗുരു 2 തരത്തിലുള്ള വിദ്യയെക്കുറിച്ചും പറയുന്നുണ്ട്. അതായത് നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുന്ന വിദ്യകളൊക്കെ, അതായത് നമ്മുടെ സ്കൂളിൽ നമ്മുടെ ടീച്ചർമാര് പഠിപ്പിക്കുന്ന മലയാളം, മാത്തമാറ്റിക്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോ അതൊക്കെ എന്താണ്? ഭൗതിക വിദ്യ എന്നാണ് അതിനെ നമ്മൾ വിളിക്കുക. അത് കൂടാതെ നമ്മൾ സ്മൈൽ സാധനയിലൊക്കെ എല്ലാ ദിവസവും പഠിക്കുന്നത് ആത്മീയമായ വിദ്യയാണ്, ഈശ്വരനെ കുറിച്ചുള്ള അറിവാണ്. അപ്പൊ ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന ശുദ്ധി ഉണ്ടാവുകയുള്ളൂ, നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമാവുകയുള്ളൂ. അപ്പോ ഈ 2 തരത്തിലുള്ള വിദ്യയും, ഈശ്വരനെ കുറിച്ചുള്ള വിദ്യയും അതോടൊപ്പം സ്കൂളിൽ പോയി പഠിക്കുന്ന വിദ്യാഭ്യാസവും ഒരുപോലെ നമുക്ക് ആവശ്യമാണെന്ന് ഗുരു പഠിപ്പിച്ചു തരുന്നു. പിന്നെ ശുചിത്വം, അത് നമ്മൾ പറഞ്ഞല്ലോ, എന്താണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ ഈശ്വരഭക്തി, വിദ്യയും ശുചിത്വം ഉള്ളിടത്ത് മാത്രമേ ഈശ്വരൻ ഉണ്ടാവൂ. അതുകൊണ്ടാണ് ഗുരു 3ാമതായിട്ട് ഈശ്വരഭക്തിയെ കുറിച്ച് നമ്മളോട് പറഞ്ഞത്. പിന്നെ നമുക്ക് ശക്തി കൈവരിക്കാൻ ഒരു സംഘടന ആവശ്യമാണ്. അപ്പൊ അതിന്റെ സംഘടനയെ കുറിച്ച് പറഞ്ഞു. പിന്നെ കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഇതൊക്കെ നമ്മുടെ സമ്പദ് ശാസ്ത്രത്തെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഘടകങ്ങളാണ്. അതായത് നമുക്ക് സാമ്പത്തിക വികസനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് തൃപ്പാദങ്ങൾ കൽപ്പിച്ച് നൽകിയ 4 കാര്യങ്ങൾ കേട്ടോ. അപ്പോ നമുക്ക് ആത്മീയവും ഭൗതികവുമായി ആവശ്യമുള്ള ഈ പ്രധാനപ്പെട്ട 8 കാര്യങ്ങളെ കുറിച്ച് എല്ലാ വർഷവും നമ്മള് ഒരു വർഷം അവസാനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പുതിയ വർഷം ആരംഭിക്കുന്ന സമയത്ത് നമ്മളത് കേൾക്കുമ്പോൾ ഈ 8 വിഷയത്തെക്കുറിച്ചും ഓരോ തവണയും പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് കിട്ടും. ആ പുതുതായിട്ട് കിട്ടുന്ന ആശയങ്ങള്
ആ അറിവിന്റെ വേദിയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കണം. അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തണം. അതിനാണ് യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പിന് തന്നെ അവിടെ എത്തിച്ചേരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശിവഗിരിയിൽ ചെന്ന് നമ്മൾ ഗുരുവിനെയും ശാരദയെയും തൊഴുത് ഗുരുപൂജ കഴിച്ച് ഇതിന് ശേഷം ചെയ്യേണ്ട കാര്യം എന്താണ്? അവിടുത്തെ തീർത്ഥാടന പന്തലില് എല്ലാ ദിവസവും ഈ പറയുന്ന 8 വിഷയത്തെക്കുറിച്ചും നാട്ടിൽ നിന്ന് ഏറ്റവും പ്രമുഖരായ ഈ വിഷയത്തിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള ആളുകളെ കൊണ്ടുവന്ന് ക്ലാസ്സുകളും സെമിനാറുകളും നടക്കുന്നുണ്ട്. അപ്പൊ ആ ക്ലാസ്സുകളും സെമിനാറുകളും നമ്മൾ കേൾക്കണം. അപ്പൊ ഈ വിഷയത്തെ കുറിച്ചൊക്കെ ഉള്ള പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് കിട്ടും. ആ ആശയങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം അടുത്ത വർഷം നമ്മൾ ആരംഭിക്കാൻ. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നല്ലതാക്കി തീർക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഗുരു നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു തീർത്ഥാടനം ഈ ലോകത്ത് വേറെ എങ്ങുമില്ല. അപ്പൊ അതാണ് ശിവഗിരി തീർത്ഥാടനത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ തൃപ്പാദങ്ങൾ കൽപ്പിച്ചു തന്ന പഞ്ചശുദ്ധിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. തീർത്ഥാടനം ശിവഗിരി എങ്ങനെ തീർത്ഥാടന കേന്ദ്രമായി എന്ന് പറഞ്ഞു അല്ലെ. തീർത്ഥാടനത്തിൽ പാലിക്കേണ്ടുന്ന മര്യാദകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇല്ലേ. ഇനി എന്തെങ്കിലും അറിയേണ്ടതായിട്ടുണ്ടോ പുതിയതായിട്ട് കുട്ടികൾക്ക്? ഇനി നമുക്ക് ശിവഗിരി സ്കൂളിൽ നിന്നാണ് തീർത്ഥാടനം ആരംഭിക്കുന്നത് കേട്ടോ. അപ്പോ നമ്മൾ നല്ല അച്ചടക്കത്തോടു കൂടി നമ്മളെ വരിയായിട്ട് അതിന്റെ സംഘാടകർ നിർത്തും. അപ്പൊ ഏത് വരിയിലാണോ നമ്മളെ നിർത്തുന്നത് ആ വരിയിൽ നമ്മൾ നിന്നുകൊണ്ട് ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ എന്ന മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് വേണം നമ്മൾ സമാധി മണ്ഡപം വരെയും, ഭഗവാനെ ഞങ്ങളെ അവിടം വരെ ഞങ്ങളുടെ കുഞ്ഞിക്കാലുകളൊന്നും കുഴയാതെ ഞങ്ങളെ അവിടെ വരെയും എത്തിച്ചു തരണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് വേണം നമ്മൾ പദം വെച്ച് മഹാസമാധി മണ്ഡപം വരെ നമ്മൾ എത്തുകയാണ്. അവിടെ ചെന്നിരുന്ന് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നാരായണമൂർത്തി ചൊല്ലും, ദൈവദശകം ചൊല്ലും, ഗുരുപുഷ്പാഞ്ജലി മന്ത്രം ചൊല്ലും. ഇതൊക്കെ ചൊല്ലിയാണ് നമ്മുടെ പദയാത്ര നമ്മൾ അവസാനിപ്പിക്കുന്നത്. അപ്പൊ അത്രയും സമയവും വളരെ അച്ചടക്കത്തോടു കൂടി നല്ല കുട്ടികളായിട്ട് അതിന്റെ സംഘാടകര് പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് വേണം നമ്മള് പദയാത്രയിൽ പങ്കെടുക്കാൻ. അപ്പോ കുട്ടി പദയാത്രയ്ക്ക് എല്ലാവരും റെഡിയല്ലേ? അതെ. അപ്പൊ നാളെ മുതൽ നമ്മള് എന്ത് തുടങ്ങുന്നു? പഞ്ചശുദ്ധി വ്രതാചരണം. അപ്പോ സൗമ്യാന്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ പാലിക്കില്ലേ? എന്തൊക്കെ ഒഴിവാക്കും? മത്സ്യമാംസാദികൾ ഒഴിവാക്കും. പിന്നെ TV കാണുന്നതും ഫോൺ കാണുന്നതും ഒഴിവാക്കും. ഒഴിവാക്കില്ലേ? അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം മാത്രം കഴിക്കും. 2 നേരവും കുളിക്കും, വിളക്ക്